KPCC അധ്യക്ഷൻ അഭിമാനം കൊള്ളുന്നത് RSSന് കാവൽ നിന്നതിന്റെ പേരിലാണ്. ദയനീയമാണ് കോൺഗ്രസെ. സഹതാപമുണ്ട്. KPCC അധ്യക്ഷൻ ആ പദവിക്ക് തന്നെ അനുയോജ്യനാണോ എന്നാണ് സത്യത്തിൽ കോൺഗ്രസ് ആലോചിക്കേണ്ടത്. BJP തന്നെ വിളിച്ചതൊക്കെ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളയാളാണ് K. സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്തെത്തും മുമ്പ് സുധാകരൻ BJPയിലേക്ക് പോകും എന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. K. സുധാകരന്റെ പേര് മാത്രമാണ് BJPയോട് ചേർത്ത് ഇത്ര ശക്തമായി അഭ്യൂഹങ്ങളിൽ വന്നിട്ടുള്ളതും. ഇതെല്ലാം അറിയാവുന്ന K. സുധാകരൻ എന്തിനാണ് BJP ബന്ധം വീണ്ടും വീണ്ടും ചർച്ചയാക്കിയത് എന്ന് കോൺഗ്രസുകാർ ചോദിക്കണം. BJP RSS വിരുദ്ധ രാഷ്ട്രീയം എന്താണ് എന്ന് K. സുധാകരന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നത് വ്യക്തമാണ്. നേതാക്കളുടെ ആൾക്കൂട്ടം മാത്രമാണോ കോൺഗ്രസ്? KPCC അധ്യക്ഷൻ പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാടാണോ? ഈ നിലപാട് UDF അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ പ്രസ്താവന ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അത് സ്വാഭാവികമായി ചർച്ചയാവും. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടത് ശ്രീ സുധാകരന്റെ അടുത്ത് തന്നെയാണ്. ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഇത്തരം സംഭവ വികാസങ്ങളിൽ ഞങ്ങളൊന്ന് കൂടി ആലോചിക്കണം. കാരണം ഞങ്ങളാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. K. സുധാകരന്റെ പ്രസംഗം കഴിഞ്ഞും 3 ദിവസം കഴിഞ്ഞിട്ടും മുസ്ലിം ലീഗ് കാര്യമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കണമെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കണം എന്ന് വാദിക്കാൻ മുസ്ലിം ലീഗിന് കൂടുതൽ ആലോചിക്കേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസുകാർ ആലോചിക്കണം. ഇതേ K. സുധാകരനാണ് അധികം മുമ്പല്ലാതെ ഒരഭിമുഖത്തിൽ പറഞ്ഞത് ലീഗ് വിട്ടുപോയാലും UDFന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്ന്.